കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പം എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. നേരെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളഭാലങ്കാരം എന്താണ്, ആരായിട്ടാണ് ആ ഗുരുവായൂരപ്പ ശ്രീലകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മളെ നോക്കിയിട്ട് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് എന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ എല്ലാവരും വരൂ കേട്ടോ. ഇന്നലെ വളരെ മനോഹരമായിരുന്നല്ലോ. ഇന്നലത്തെ എന്താ പറയുക, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കളഭാലങ്കാരമായിരുന്നല്ലോ. 5 കൃഷ്ണന്മാർ നമ്മളെ കാത്തു നിൽക്കല്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലൂടെ വന്ന് ഗണപതി അമ്പലത്തിൽ വന്ന് ഗണപതിയെ തൊഴാം. ഗണപതിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് അവിടെ ആകുമ്പോൾ പിന്നെ ഏത് വഴി കൂടെ വേണമെങ്കിൽ കാണാമല്ലോ. കാരണം തുറസ്സമായ സ്ഥലത്താണ് അദ്ദേഹം ഇരിക്കുന്നതേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 4 ഭാഗത്തു നിന്നും കാണാം ആ വിഘ്നേശ്വരനെ. വലിയ വിഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കണ്ടില്ല എന്നൊന്നും പറയില്ല. അപ്പം എന്തായാലും നമുക്ക് വിഘ്നേശ്വരനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങി സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാനൊക്കെ പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം, അതുപോലെ മുട്ടറക്കുകയും ചെയ്യാം കേട്ടോ. നാളികേരം അതിൻ്റെ അടുത്ത് തന്നെ വാങ്ങാൻ കിട്ടും, കിഴക്കേ നടയിൽ തന്നെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അവിടുന്ന് ആ വിഘ്നേശ്വരനെ കണ്ടിട്ട് ആരും ഇനി ബുദ്ധിമുട്ടണ്ട. കുറേ പേരായി ഇപ്പോൾ പറയണം ഏത് ഭാഗത്താണ് ഗണപതിയുടെ ക്ഷേത്രം ഉള്ളത്, പറയുന്നു കേട്ടു എവിടെയാണെന്ന്. വലത് കിഴക്കേ നടയിൽ ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് നടയിൽ കൂടെ വരുമ്പോൾ ഇടത് വശത്ത് കൂടെ ഇങ്ങോട്ട് കടന്നാൽ നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്ത് കൂടെയാണിത് വരിക. അങ്ങനെ കുറച്ചേ വരാനുള്ളൂ. അവിടെ വന്നാൽ അവിടെ തന്നെ വലിയ ബോർഡ് കാണാം, ഗണപതി ക്ഷേത്രം എന്ന്. അപ്പോൾ അവിടെ പോയി ഗണപതിനെ കാണാം. ഗണപതിയെ കാണാൻ ക്യൂ ഒന്നും ഉണ്ടാവില്ല, വളരെ 10-15 ആളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഗണപതിയെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ശരിക്കും പോകാനായി. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഗണപതിക്ക് അതാ നല്ല മാലയൊക്കെ ചാർത്തിയിട്ടുള്ളത് കാണാണ്ട് അപ്പോൾ കണ്ട് തൊഴുത് അങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ഗോപുരനടയിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിച്ച് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അധീനൊക്കെ ഇങ്ങനെ വന്ന് നേരെ വരുമ്പോൾ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി വാതിൽപ്പടി കയറുകയാണ്. ഇപ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണാന്ന് നോക്കിയിട്ട് ആരാന്നുള്ളത് നോക്കാനുള്ള ഒരു ആകാംക്ഷയിലാണല്ലോ. അപ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണുകയാണ്, നെയ്വിളക്കിൻ്റെ പ്രകാശം. അത് വളരെ കേമമായിട്ടിങ്ങനെ കാണാം നമുക്ക്. കാരണം ആകെ ഇങ്ങനെ കളഭം കൊണ്ടുള്ള അലങ്കാരം അതെ മൊത്തത്തിൽ മഞ്ഞ കളറിലിങ്ങനെ കാണാം. അപ്പോൾ അതിങ്ങനെ കണ്ട് നോക്കുമ്പോൾ ഇനി നമ്മൾ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. ഇടത്തോട്ട് നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന മേൽപ്പത്തൂരിരുന്ന സ്ഥലം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അതുപോലെ മേൽപ്പത്തൂരിൻ്റെ നാരായണീയം എഴുതുമ്പോൾ നരസിംഹാവതാര രൂപം കാണിച്ചു കൊടുത്ത വലതുവശത്തെ തൂണ് നോക്കിയിട്ട് ഒന്ന് കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് വലത് വശത്തു കൂടെ തന്നെ അങ്ങനെ വരുമ്പോൾ ഉണ്ണിയുടെ കാൽപാദം കാണുന്നു. ആ കാൽപാദത്തിൻ്റെ കാൽവളകൾ കാണുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽവളകളിട്ട കാൽപാദം കാണുന്നു. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ചുവന്നൊരു പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ കാണാണ്ട് നല്ലൊരു പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ 5 കൃഷ്ണനെ ചാർത്തിയ സ്ഥലത്ത് ഇന്ന് 1 കൃഷ്ണനേ ഉള്ളൂ. ഒരു വെണ്ണയും വെണ്ണക്കണ്ണൻ തന്നെയാണ്. ഒരു വലത്തെ കയ്യിൽ വെണ്ണ ഉരുളുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്. അത് പിടിച്ച് നിൽക്കുന്ന ഒരു വെണ്ണ ഉരുളയെന്ന് വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കൊടുത്തുന്നത്. ആ വെണ്ണ ഉരുള ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രീലകത്തെ ഇന്നത്തെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഒരു രൂപം.
അങ്ങനെ നോക്കുമ്പോൾ കൈവളകൾ ഇട്ടിട്ടുണ്ട്, തോൾവളകളുണ്ട്, ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് ചെവിയിലെ. അത് കൂടാതെ നല്ലൊരു പൊന്നിൻ്റെ ഗോപിയുണ്ട്. അതേപോലെ വളയം പോലത്തെ ഒരു മാല അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു മാലയും കൂടി സ്വർണത്തിൻ്റെ തന്നെ ചാർത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഉണ്ടമാല ഉണ്ട്. ഉണ്ടമാല നല്ല വലിയ ഉണ്ടമാലയാണ്. 2 ഉണ്ടമാല ഉണ്ട്. തെച്ചിയും തുളസിയായിട്ട് ഇങ്ങനെ ചെറിയ തുളസി ആണ്, പിന്നെ വെളുത്ത പൂവാണ് ധാരാളമായിട്ടുള്ളത്. അങ്ങനെ ഇടകലർന്നിട്ടുള്ള പിന്നെ തുളസിയും കൂടി ചേർന്നിട്ടുള്ള താഴത്തേക്ക് ഇങ്ങനെ തുളസി വരുന്ന തരത്തിലാണ് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ 2 ഉണ്ടമാലകൾ കാണാനുണ്ട്. അതേപോലെ തിരുമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടി കെട്ടിയിട്ട് 2 മാല ഉണ്ട്, തിരുമുടി മാലകൾ. പീലി തിരുമുടിയാണ്, പീലിയുണ്ട്. കളഭം കൊണ്ട് നല്ല പീലി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പൊന്നോടെ കുഴൽ കാണാനുണ്ട്. അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയാണ്. ഏകദേശം ആ വിഗ്രഹത്തിൻ്റെ ഒരു കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. വലിയ നാരായണ വിഗ്രഹത്തിൻ്റെ ഒരു കുറച്ച് വ്യത്യാസം മാത്രമാണ് ഇന്നത്തെ ഉണ്ണിക്കണ്ണൻ ഉള്ളു. വലുപ്പത്തിലൊക്കെ ഒരേപോലത്തെ ഏകദേശം ഒരേ അനുപാതത്തിൽ തന്നെയാണെന്ന് പറഞ്ഞ മാതിരി. അത് എന്താ നമ്മൾ പറയില്ലേ ഈ പഴഞ്ചൊല്ല് പോലെയൊക്കെ കടയും തലയൊത്താന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഉണ്ണിക്കണ്ണനാണ്. ആര് കണ്ടാലും ഒന്ന് എടുക്കാൻ തോന്നും, വാരി എടുക്കാൻ തോന്നുന്ന തരത്തിലുള്ളൊരു പൊന്നുണ്ണിയാണ് ആ ശ്രീലകത്ത് നിൽക്കുന്നത്, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ഇന്നലെ 5 ഭാവത്തിൽ കണ്ണൻ നിന്നു എന്ന് വെച്ചപ്പോൾ ഇന്ന് ഒരു ഭാവത്തിലാണ്, വെണ്ണക്കണ്ണൻ മാത്രമായിട്ടാണ് ഇന്ന് നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ശ്രീലകത്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ശ്രീലകത്തേക്ക് നോക്കുക. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ശ്രീലകത്തേക്ക് ഇങ്ങോട്ട് നോക്കൂ. ഇപ്പം നോക്കുമ്പോൾ നമ്മൾ കണ്ണടച്ച് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു രൂപം ഉണ്ടല്ലോ വെണ്ണക്കണ്ണൻ്റെ, അതുതന്നെയാണ് ഗുരുവായൂരപ്പൻ ഇന്നിപ്പോൾ ഉള്ളത്. അപ്പോൾ ദൂരെ നിന്നുള്ള ആളുകളൊക്കെ ഇപ്പം മനസ്സിലാണ്ട് വിചാരിക്കുക ഇതന്നെയാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ്, ആ പൊന്ന് ഇതിൻ്റെ മുടയാണ് എന്നുള്ളത്, സോപാനപ്പടിയിലാണ് എന്ന് നിൽക്കുക. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാം. അങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുക. അങ്ങനെ തൊഴുത് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇന്നിപ്പോൾ പഞ്ചഗവ്യാടലും അതൊക്കെ ഉച്ചപൂജയൊക്കെ സാധാരണഗതിയിൽ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് അതൊന്നുമില്ല. തിരക്ക് കുറച്ച് തന്നെ ഉള്ളൂ, വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളേക്ക് തിരക്കായി. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്ക് ഇല്ല. അതായത് തിരക്കില്ല എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വരുന്ന ആളുകൾക്ക് കുഴപ്പമില്ല. അല്ലാത്ത ആളുകൾ വിചാരിക്കും ഇതും തിരക്ക് തന്നെയാണല്ലോ, എന്നാൽ അത്രയ്ക്ക് തിരക്കില്ല ഇനി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുതു ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി കിടപ്പള്ളിയിലേക്ക് ഒന്ന് നോക്കി. അവിടെ ഭഗവാന് എന്നെ നേദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അതുപോലെ ഗണപതി ഹോമം നടത്തുന്ന സ്ഥലമാണ്. അതിനും പ്രശസ്തിയുണ്ട്, വളരെ പ്രസക്തിയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് നോക്കിയിട്ട് തൊഴുക. അങ്ങനെ നമ്മൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് ഇങ്ങനെ വരിക. അതേപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, അടിയിൽ അതായത് സോപാനപ്പടിയുടെ അവിടെ പൊന്നിലിങ്ങനെ പൊതിഞ്ഞിട്ടുള്ള ദശാവതാര വിഗ്രഹങ്ങളുണ്ട്. അതിങ്ങനെ നോക്കിയിട്ട് കാണുമ്പോൾ നന്നായിട്ട് കാണാം. ഒരു ഭാഗം കാണാം, 2 സൈഡും കൂടി ചിലപ്പോൾ കാണില്ല, കാരണം അപ്പുറത്തുനിന്ന് മണ്ഡപം വഴി വിടുമ്പോൾ കാണാൻ കഴിയില്ല. എന്നാലും വരുന്ന വഴിയിൽ ഒന്ന് ശ്രദ്ധിച്ചാലൊക്കെ കാണാൻ കഴിയും സ്വർണത്തിലുള്ള ദശാവതാര വിഗ്രഹങ്ങൾ. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന ആ ചന്ദനം കൊണ്ടൊക്കെ കൊമ്പൊക്കെ ഇങ്ങനെ ചാർത്തി, മുഖമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുള്ള മാലയൊക്കെ അണിഞ്ഞ ആ വിഘ്നേശ്വരനെ ഇവിടെ കാണാം. എന്നിട്ട് വിഘ്നേശ്വരനെ കാണാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ വിഘ്നേശ്വരനെ കണ്ട് ഏത്തൊക്കെട്ട് അതേപോലെ സരസ്വതി ദേവീനെ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ടു, തൊഴുതു. ഇനി അങ്ങനെ വരുമ്പോൾ ആ ചെറിയ ഗണപതിനെ വീണ്ടും കാണാം. അങ്ങനെ വീണ്ടും ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അങ്ങനെ കണ്ട് മേൽശാന്തി ഇരിക്കുന്ന പ്രസാദം നൽകുന്ന സ്ഥലത്തേക്ക് ഇന്ന് അവിടെ ഇരിക്കുന്നു. അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ ദക്ഷിണ കൊടുത്താൽ ഇനി അവിടുന്ന് പ്രസാദം കിട്ടും. അങ്ങനെ അവിടുന്ന് തൊഴുത് നേരെ
ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. അവിടെ ആകുമ്പോൾ കുറച്ച് സമയമൊക്കെ നമുക്ക് കിട്ടും. അവിടെ സാഷ്ടാംഗം നമസ്കരിച്ച് ഇനി നമ്മൾ നേരെ അങ്ങോട്ട് വരുമ്പോൾ അനന്തപത്മനാഭസ്വാമീനെ കാണാം. അവിടെയും കണ്ട് ആ ലക്ഷ്മി വിളക്കിലൊക്കെ ധാരാളം നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടുള്ള പ്രകാശം തന്നെയാണ് കാണുന്നത്. അങ്ങനെ അവിടെയൊക്കെ കണ്ട് തൊഴുത് വീണ്ടും രാമനും ബലരാമനും അങ്ങനെ ദശാവതാര ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ട് ആ കണ്ണനെ വീണ്ടും കാണാം. കണ്ണൻ്റെ അവിടെ കണ്ടിട്ട് ആരോ തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് അതേമാതിരി മുരുകനെ ഭസ്മം കൊണ്ടൊക്കെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കൗണ്ടിങ് ഒക്കെ ഉള്ള കാരണം, അതായത് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതായത് ഗുരുവായൂരപ്പന് വന്ന നാണയങ്ങളും പൈസകളൊക്കെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുന്നതിനാണ് ഈ കൗണ്ടിങ് എന്ന് പറയുക. അങ്ങനെ അത് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നേരെ നമ്മൾ ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴാം. ഹനുമാൻ സ്വാമി, രാധാകൃഷ്ണ വിഗ്രഹം, അതേപോലെ വസുദേവരെയൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്തെ സൈഡ് വശത്തെ വടക്ക് വശത്തുള്ള ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ ഗ്രില്ലിന് അപ്പുറത്ത് വന്ന് നമ്മുടെ കണ്ണനെ കാണാം, താമരക്കണ്ണനെ, ആ കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന. കുറച്ചൊക്കെ നിറം ഇങ്ങനെ മങ്ങിയിട്ടുണ്ട്, മോറൽ പെയിൻറ്റിങ്. എന്നാലും ഇപ്പോൾ അവിടെ പെയിൻറ്റിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കണ്ണൻ അതിലെ ആണ് അകത്തേക്ക് പോയത് എന്നുള്ള ആ വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസത്തിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ വരുമ്പോൾ മണിക്കിണർ കാണാം. അതേപോലെ നമ്മുടെ നൃത്താറയിലേക്ക് നോക്കുമ്പോൾ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് അങ്ങോട്ട് നോക്കുക, സങ്കല്പിക്കുക. ആ വിളക്ക് ഇങ്ങനെ കത്തുന്നത് കാണാം. നല്ല പ്രകാശത്തിലാണ് കത്തുന്നത്. അപ്പോൾ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളങ്ങോട്ട് വിചാരിക്കുക. അങ്ങനെ അവിടെ നല്ല പ്രകാശത്തിലാണെന്ന് തെളിഞ്ഞ് കത്തണു. അപ്പോൾ രണ്ട് ഇതിലിങ്ങനെ തെളിഞ്ഞ് കത്തുന്ന നല്ല വലിയ വിളക്കുകൊണ്ട് അങ്ങനെ തെളിഞ്ഞ് കത്തുന്നു. അപ്പോൾ അവിടെ നമ്മളെ കണ്ണനെ കണ്ടു. ഇനി നേരെ വടക്കേ വശത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ കുറുവരമ്മേനെയും നാരദരെയും ഒക്കെ കണ്ടിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി നേരെ എടത്തരികത്ത് കാവിലമ്മയെ കാണാൻ പോവാം. അങ്ങനെ ഭഗവതിയുടെ അവിടെ നിന്ന് ഭഗവതിയെ കണ്ടു തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അവിടെ തൊഴുത് അങ്ങനെ ഇറങ്ങി മമ്മിയൂരപ്പനെ നോക്കി തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ തൊഴുക. അതും കഴിഞ്ഞ് നേരെ നമുക്ക് കൊടിമരത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കും. കാരണം എത്ര കണ്ടാലും മതി വരില്ലല്ലോ. എത്ര നേരം കണ്ടാലും നമ്മളെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് 10 ദിവസം നിൽക്കാൻ പറഞ്ഞാലും നമ്മൾ നിൽക്കും. അതല്ലേ നമ്മളെ ആ ഒരു ആവശ്യം. അത്രയും നമുക്ക് നിൽക്കണം എന്നുള്ള ആ ഒരു എന്താ പറയുക, മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക, ആരും നമ്മളെ മാറ്റരുത്. അപ്പോൾ നമുക്ക് സന്തോഷമായി. മറ്റാർ തൊഴുതോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷെ നമ്മളെ മാറ്റരുത് എന്നാണ് നമ്മളെ ചിന്ത. കാരണം എന്താ വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ആ മായക്കണ്ണനെ കാണുമ്പോൾ നമുക്ക് മാറാൻ തോന്നില്ല. അതുകൊണ്ടുള്ളൊരു ഇതാണ്, വേറെ ഒന്നുമില്ല. പക്ഷെ അതെല്ലാവർക്കും അതേമാതിരിയാണ്. അതാ ഒരു പ്രശ്നേ. എന്തായാലും നമുക്ക് വീണ്ടും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ വെണ്ണക്കണ്ണനെ കാണാം. വെണ്ണക്കണ്ണനെ കണ്ട് അങ്ങനെ നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ നാളെയൊക്കെ അവൽ നിവേദ്യത്തിൻ്റെയൊക്കെ തിരക്കാണ്. ഇന്നിപ്പോൾ ഷീട്ടാക്കൽ ഇന്നും കൂടി ഉണ്ട്. അഡ്വാൻസ് ബുക്കിങ്ങിൽ 3 കൂപ്പൺ വരെ, അതായത് ഒരു കൂപ്പൺ 25 റുപ്യയാണ്, 3 കൂപ്പൺ 75 റുപ്യ വരെ കൊടുത്താൽ 3 അവിൽക്കിഴി നമുക്ക് നേദ്യമായിട്ട് കിട്ടും നാളെ. അപ്പോൾ അത് ഇന്ന് 5 മണി വരെയൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിയാൽ നാളെ. അപ്പോൾ അങ്ങനെ ഇനി അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമീനെ കണ്ടു തൊഴാം. അയ്യപ്പസ്വാമി അത് നല്ല ഒരു കറുപ്പ് പാട്ടും നീല പട്ടും ഒക്കെ എടുത്തിട്ടാണ് ഇന്ന് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് കണ്ടു തൊഴുത് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പനെയും കണ്ട് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറേ നടയിലെത്തിയ ആ ദീപസ്തംഭത്തിലെ കണ്ണനെ കാണാം. അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ
കൊടിമരത്തിലെ കണ്ണനെയും കാണാൻ വേണുഗോപാലസ്വരൂപമായിട്ട് ഇങ്ങനെ നിൽക്കണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവരും ഇന്ന് എന്നെ ശ്രവിച്ച എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലെത്തി ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലെ ആ വെണ്ണക്കണ്ണൻ്റെ ഓടക്കുഴലും പിടിച്ച് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന വെണ്ണക്കണ്ണൻ്റെ രൂപം കണ്ടു ദർശിച്ചു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ.